ഹലോ. ഹായ്. ആരോ ഇന്നത്തെ ഡേറ്റ് എത്രയാ? ജൂലൈ 1. ജൂലൈ 1. ഈ ജൂലൈ 1 തീയതി ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നാഷണൽ ഡോക്ടേഴ്സ് ഡേ. നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ് അല്ലേ ജൂലൈ 1. നാഷണൽ ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഡോക്ടർമാരുടെ അടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുള്ളവരാവും അല്ലേ? ആരെങ്കിലും ഡോക്ടർമാരെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നെ ഒരു ഡോക്ടറായിരുന്നു. ചേട്ടനെ അമ്മാമേനെ ഒക്കെ കാണിച്ചു. മോൻ ജനിച്ചപ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഡോക്ടറുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് മോന് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡോക്ടറുടെ സപ്പോർട്ട് നമ്മൾ എടുക്കുന്നവരാണ് അല്ലേ? അപ്പോൾ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അപ്പോൾ പല ആളുകളും ഡോക്ടർമാരെ ദൈവത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് വലിയ വലിയ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ആശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഡോക്ടർമാരോടുള്ളൊരു വിശ്വാസമാണ് പലപ്പോഴും നമ്മളെ രോഗത്തിൽ നിന്നൊക്കെ മാറ്റുന്നത് തന്നെ അല്ലേ? ചില ഡോക്ടർമാരെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാതി അസുഖം മാറും അല്ലേ? അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സമാധാനമൊക്കെ വളരെ വലുതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജൂലൈ 1 തീയതി ഈ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് അറിയാമോ? അത് പറഞ്ഞുതരാം. ജൂലൈ 1 തീയതി ഇന്ത്യയിലെ വളരെ ആദരണീയനും അതുപോലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലൊക്കെ രൂപപ്പെടുത്താനായിട്ട് വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളതുമായ വെസ്റ്റ് ബംഗാളിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജനന മരണ വാർഷികമാണ് ഈ ജൂലൈ 1. ഓക്കെ. അപ്പോൾ ആ ഡോക്ടറിനോടുള്ള റെസ്പെക്റ്റ് ആ ദിവസം സെലക്ട് ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനോടുമുള്ള റെസ്പെക്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എന്നാലും ആ റെസ്പെക്റ്റൊക്കെ നമുക്ക് അവരെ ഒന്ന് സ്മരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആയിട്ടാണ് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഡോക്ടർ എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറുടെ പേര് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്.